പൊതു വ്യക്തി നിയമം തന്നെയാണ് പൊതു രാഷ്ട്രീയത്തിൽ ചർച്ചയായി നിൽക്കുന്ന വിഷയം. അതിലിപ്പോൾ ഇന്ന് കോൺഗ്രസിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. CPM-നെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ്. ഇന്നലെ CPM കോൺഗ്രസിനെതിരെയും ഇതേ മട്ടിൽ തന്നെ പ്രതികരിച്ചിരുന്നു. പൊതു വ്യക്തി നിയമത്തിൽ ഹിന്ദു മുസ്ലിം വിഷയമാക്കി മാറ്റാനാണ് CPM ശ്രമിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. പൗരത്വ പ്രക്ഷോഭ കേസുകൾ പിൻവലിച്ച ശേഷം പൊതു വ്യക്തി നിയമത്തിൽ സമരം ചെയ്യുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. യൂണിഫോം സിവിൽ കോഡിന്റെ പ്രശ്നത്തിൽ വർഗീയത ഇളക്കിവിട്ട് സംഘർഷമുണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് BJP നേതൃത്വം ശ്രമിക്കുന്നത്. അതേ പാതയിലൂടെയാണ് കേരളത്തിലെ CPM നടക്കുന്നത്. പ്രശ്നമുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള മാർഗം എന്താണ് എന്നാണ് CPM അന്വേഷിക്കുന്നത്. അല്ലാതെ ഈ പ്രശ്നത്തോടുള്ള ഒരു ആത്മാർത്ഥമായ സമീപനമല്ല അവരുള്ളത്. മുട്ടനാടുകളെ തമ്മിലടിപ്പിക്കുന്ന കുറുക്കന്റെ ബുദ്ധിയാണ് CPM-നെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാഹുൽ ഗാന്ധിയെ മതേതരത്വം പഠിപ്പിക്കാൻ വരേണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇത് ഹിന്ദു മുസ്ലിം കൺഫ്ലിക്റ്റ് ആക്കാനാണ് കേരളത്തിൽ ചിലർക്ക് താല്പര്യം. എനിക്ക് CPM-ന് അങ്ങനെയാണോ ഇത്? അല്ല, അങ്ങനെയല്ല ലോ കമ്മീഷൻ പറയുന്നത്. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നത് ഇന്നലെ കണ്ടു ഞാൻ. കോൺഗ്രസ് നയമില്ല, നിലപാടില്ല. പിന്നെ കോൺഗ്രസിന്റെ മതേതരത്വം പഠിപ്പിക്കാൻ വലിയ പാർട്ടിയല്ലേ CPM? അവർക്ക് എന്നായി തലവേദന തുടങ്ങി? ഞങ്ങൾ കർണാടകത്തിൽ ജയിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ തുടങ്ങിയതാണ് തലവേദന. അവരാഗ്രഹിക്കുന്നത് കോൺഗ്രസ് എവിടെയും ജയിക്കാൻ പാടില്ല, എല്ലായിടത്തും തോക്കണം. അപ്പൊ അവരിപ്പം ഇന്ന് കോൺഗ്രസിനെ പ്രതികൂട്ടിലാക്കുകയാണ്. ഇവരുടെ സർട്ടിഫിക്കറ്റ് വേണോ കോൺഗ്രസിന്, മതേതരത്വത്തിന്? ഞങ്ങളുടെ ലക്ഷ്യം വളരെ ക്ലിയർ ആണ്. ഇതിനകത്ത് ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഏത് പരിശ്രമങ്ങളെയും കോൺഗ്രസ് ചെറുത്തു തോൽപ്പിക്കും. ഈ രാജ്യത്ത് മതേതര സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഏത് പരിശ്രമങ്ങളെയും കോൺഗ്രസ് ചെറുത്തു തോൽപ്പിക്കും. അതിനെല്ലാം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വഴികളുണ്ട് തോൽപ്പിക്കാൻ, ഞങ്ങളുടേതായ പരിപാടികളുണ്ട്. അപ്പൊ അത് കണ്ട് ഭയപ്പെടേണ്ട. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി BV അരുണാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. അരുൺ, ഇന്നലെ CPM അതിശക്തമായി തന്നെ കോൺഗ്രസിനെ ആക്രമിച്ചിരുന്നു ഈ വിഷയത്തിൽ. ഇന്നിപ്പോൾ കോൺഗ്രസ് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയാണോ? ഈ പൊതു വ്യക്തി നിയമത്തിൽ രണ്ടു പാർട്ടികളും അതാത് പാർട്ടികൾ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം അല്ലെങ്കിൽ പ്രതിരോധവും ആക്രമണവും ഒക്കെ നടക്കുകയാണല്ലേ? കിരൺ, ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ ഇടതുമുന്നണി പ്രത്യേകിച്ച് CPM ഒരു നിലപാട് നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും ന്യൂനപക്ഷങ്ങൾക്ക് വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന നടപടി മാത്രമേ ഇതിലുണ്ടാകാവൂ എന്ന നിലപാടാണ്. അവർക്ക് ഗുണം ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിലെ ഒരു ആശയക്കുഴപ്പമാണ്. കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ഇത് ആ രീതിയിൽ മുന്നോട്ട് വന്നിരുന്നില്ല. കോൺഗ്രസിന് പലയിടങ്ങളിലും പല സമീപനമാണെന്ന വിമർശനവുമായി ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വന്നിരുന്നു. സമസ്ത അടക്കമുള്ള സാമുദായിക സംഘടനകളും ഇത്തരത്തിൽ കോൺഗ്രസിന്റെ അഴകുഴമ്പൻ സമീപനത്തിനെതിരെ വിമർശനം ഉന്നയിച്ചു. ഇടതുമുന്നണി CPM ഒരു സമരവുമായി വന്നാൽ അവരുമായി സഹകരിക്കാമെന്ന് താല്പര്യം അറിയിച്ചു. അതിന് പിന്നാലെയാണ് CPM സംസ്ഥാന സമിതി വിഷയം ചർച്ച ചെയ്യുകയും എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിലെ തീവ്ര സ്വഭാവമുള്ള സംഘടനകളെയും അതുപോലെ ഹൈന്ദവ തീവ്രവാദ സംഘടനകളെയും ഒഴിച്ചു നിർത്തിക്കൊണ്ട് മറ്റാർക്കും ഇതുമായി സഹകരിക്കാമെന്ന് നിലപാടെടുത്തത്. മുസ്ലിം ലീഗിനെ കൂടി ലക്ഷ്യമിട്ടായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഈ നിലപാട് പ്രഖ്യാപനം. മുസ്ലിം ലീഗിനെ ക്ഷണിക്കില്ല, പക്ഷേ അവർക്ക് വേണമെങ്കിലും ഈ സമരത്തിന്റെ പ്രക്ഷോഭങ്ങളുടെ ഭാഗമാകാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ സ്വാഭാവികമായും അത് കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തും. കോൺഗ്രസിനെ അത് ചിന്തിക്കേണ്ട വിഷയമായി കോൺഗ്രസിന് അത് മാറും. അത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ അതേ നാണയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ CPM-നെ വിമർശിച്ച് രംഗത്ത് വരുന്നത്. ഏതായാലും ഇത് ഒരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല, ആരിതിൽ മേൽക്കൈ ഉണ്ടാക്കും എന്നതിന്റെ തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ആർക്ക് ഇതിന്റെ മുൻപന്തിയിൽ വരാൻ ആദ്യം കഴിയും, ആരിതിന്റെ സാരഥ്യം ഏറ്റെടുക്കും? നേരത്തെ നമുക്കറിയാം, പൗരത്വ ഭേദഗതി വിഷയത്തിൽ വലിയ പ്രക്ഷോഭം സംസ്ഥാനത്തൊട്ടാകെ നടക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയത്, അതിന്റെ മുന്നണിയിലെത്തിയത് CPM ആയിരുന്നു, ഇടതുമുന്നണിയായിരുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. അത് വലിയ രാഷ്ട്രീയ നേട്ടം അവർക്ക് ഉണ്ടാക്കുകയും ചെയ്തു. അതേ മാതൃക ഈ വിഷയത്തിലും തുടരാനാണ് CPM തീരുമാനം. അതിനെ മറികടക്കാനുള്ള വഴികൾ UDF ആലോചിക്കും. 10-ാം തീയതി UDF-ന് നേതൃയോഗം ചേരുന്നുണ്ട്. ആ നേതൃയോഗത്തിലും ഈ വിഷയം ചർച്ചയ്ക്ക് വരും. UDF പ്രത്യേക സമരത്തിനിറങ്ങണമെന്ന ആവശ്യം ലീഗ് ആ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കും. ശരി, BV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പൊതു വ്യക്തി നിയമത്തിനെതിരായ സമരത്തിന് മുസ്ലിം ലീഗിനെ ക്ഷണിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് തലയ്ക്ക് സുഖമില്ലേ എന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. കേരളത്തിൽ ലീഗ് CPM-നൊപ്പമല്ല, പിന്നെ എന്തിനാണ് അവരെ സമരത്തിന് ക്ഷണിച്ചതെന്ന് മനസ്സിലാകുന്നില്ലെന്നും K സുധാകരൻ പറഞ്ഞു. വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് അഖിലേന്ത്യാ തലത്തിൽ പാർട്ടി സ്വീകരിക്കുമെന്നും സുധാകരൻ പ്രതികരിച്ചു.
ഗോവിന്ദൻ്റെ വാക്കിന് മറുപടിയില്ല, അതിനൊന്നും വാക്കിന് അർഹിക്കൊന്നുമില്ല. എന്ത് ലക്ഷ്യം വെച്ച അദ്ദേഹം അത് പറഞ്ഞെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാലേ അറിയൂ. തലക്കെന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുക. ലീഗും അവരും തമ്മിൽ എവിടെയെങ്കിലും ബന്ധമുണ്ടോ? പിന്നെ എന്തിനു ലീഗിൻ്റെ കാര്യം കൂട്ടിക്കെട്ടുന്നു? ലീഗുകാർ പറഞ്ഞോ അവരെ CPM-ൻ്റെ കൂടെ പോകാമെന്ന്? അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലാണ്. അദ്ദേഹം അടുത്ത ലോക്കൽ MLA ആണ്. അടുത്ത സ്വാഭാവികമായും പ്രാദേശിക തലത്തിലെ വികസനത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് താല്പര്യം ഉണ്ടാവും. പക്ഷേ അത് പൊതുജനത്തിൻ്റെ താല്പര്യങ്ങളും കൂടി നോക്കിക്കൊണ്ട് പരിഗണിക്കാൻ എല്ലാവർക്കും സാധിക്കും. അല്ലാതെ തെറ്റൊന്നും ഞാൻ പറയാനില്ല. തെറ്റെന്ന് അദ്ദേഹം ഒരു MP ആണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞൂടെ? അത് പറഞ്ഞിട്ടുണ്ടാവാം. ആലം പറയാം. വ്യക്തിപരമായ അഭിപ്രായം പിന്നെ നാട്ടുകാരായി പറയാറുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞൂടെ? അത് പാർട്ടി അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ. പാർട്ടി ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ചർച്ച ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ പൊതുവായി ഈ തീരുമാനത്തിൽ അംഗീകരിച്ചു പോന്നു. ആ തീരുമാനം തന്നെയാണ് ശരി എന്നാണ് പൊതുവായി ഞങ്ങളുടെ ആളുകളുടെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടായി. അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. അതിലൊന്നും കുറ്റപ്പെടുത്തേണ്ട. ലിമിറ്റ്. പൊതുവ്യക്തി നിയമത്തിനെതിരായ സമരത്തിൽ CPM ഔദ്യോഗികമായി ക്ഷണിച്ചാൽ നിലപാട് പറയാമെന്ന് മുസ്ലിം ലീഗ്. അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്ന കാര്യങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയേണ്ടതില്ല. വിഷയത്തിൽ CPM സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമാണ്. പൊതുവ്യക്തി നിയമത്തിനെതിരെയാണ് കോൺഗ്രസ് നിലപാടെന്ന് ലീഗ് വിശ്വസിക്കുന്നുവെന്നും ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. അല്ല, അങ്ങനെയല്ലല്ലോ മുസ്ലിം ലീഗിനെ സ്വാഗതം ചെയ്യേണ്ടത്. മുസ്ലിം ലീഗിന് ഔപചാരികമായ ക്ഷണം കിട്ടുമ്പോൾ അതിനെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് അപ്പോൾ മുസ്ലിം ലീഗ് പറയും. നമ്മൾ അന്തരീക്ഷത്തിൽ കാണുന്ന കാര്യങ്ങളിലോട് അല്ലല്ലോ പ്രതികരിക്കേണ്ടത്. മുസ്ലിം ലീഗിന് ക്ഷണം വരാനുള്ള വഴികളുണ്ട്. ആ വഴികളിലൂടെ വരുമ്പോൾ അതിൽ ഞങ്ങളുടെ തീരുമാനം എന്താണെന്ന് തീരുമാനമെടുത്ത് അറിയിക്കാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ലീഗിനുണ്ട്. അത് ചെയ്യും. ഏക സിവിൽ കോഡ് എന്ന ആശയത്തെ മുസ്ലിം ലീഗ് എതിർക്കുന്നു. ആ എതിർപ്പിനോട് യോജിക്കുന്ന സമാന മനസ്കരായ മുഴുവൻ ആളുകളുമായും സഹകരിക്കാൻ ലീഗ് തയ്യാറാണ്. പക്ഷെ ആ സഹകരണത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കണം. കൂട്ടായ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യം വരുമ്പോൾ ഇതേ അഭിപ്രായമുള്ളവരോട് ഈ കാര്യത്തിൽ സഹകരിക്കാൻ മുസ്ലിം ലീഗിന് പ്രയാസമില്ല. നിയമം മുസ്ലിങ്ങളെ മാത്രമല്ല എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കും. നിയമത്തിനെതിരെ ലീഗ് കൊച്ചിയിൽ സെമിനാർ സംഘടിപ്പിക്കുമെന്നും നാളെ മതസംഘടനകളുടെ യോഗം കോഴിക്കോട് ചേരുമെന്നും PMA സലാം പറഞ്ഞു. യൂണിഫോം സിവിൽ കോഡ് സത്യത്തിൽ മുസ്ലിങ്ങൾക്കെതിരായുള്ള ഒരു നടപടിയാണ് എന്നൊന്നും ആരും കരുതുന്നില്ല. ഇത് ഇന്ത്യയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്കെതിരായി, അടിസ്ഥാന നയങ്ങൾക്കെതിരായുള്ള ഗവൺമെൻറ്റിൻ്റെ BJPയുടെ പടപ്പുറപ്പാടാണ്. ഓരോ വിശ്വാസിക്കും അവൻ്റേതായ വിശ്വാസം വെച്ച് പുലർത്താനും അത് അനുഷ്ഠിക്കാനും അത് പ്രബോധനം ചെയ്യാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ മഹത്വവും രാജ്യത്തിൻ്റെ മഹനീയതയും അതാണ്. അതിൻ്റെ കടക്കലാണ് കത്തിവെക്കുന്നത്. വർഗീയ വിദ്വേഷമുണ്ടാക്കാനും മതസ്പർദ്ധ വളർത്താനും വേണ്ടി രാജ്യത്തൊരു പ്രകോപനം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു മുസ്ലിം ഇഷ്യൂ ആയി മുസ്ലിം ലീഗ് കരുതുന്നില്ല. അല്ലതാനും ഞങ്ങൾ ആ രൂപത്തിൽ തന്നെയാണ് കാണുന്നത്. രാജ്യത്തിലെ എല്ലാ മതേതര ജനാധിപത്യ കക്ഷികളോടും എല്ലാ മതവിശ്വാസികളോടും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ വിശ്വാസത്തെ എതിർക്കാനുള്ള ഈ നടപടിക്കെതിരെ പോരാടാൻ തീരുമാനിച്ചിട്ടുള്ളത്. പൊതുവ്യക്തി നിയമത്തെ എതിർത്ത ആദിവാസി നേതാവ് CK ജാനു ഗോത്രസ്വത്വത്തെ തകർക്കുന്നതാണ് പൊതുവ്യക്തി നിയമമെന്നും ആദിവാസി ജീവിതത്തെ ബാധിക്കുമെന്നും ജാനു പറഞ്ഞു. സിവിൽ നിയമങ്ങൾക്ക് അപ്പുറത്താണ് ആദിവാസികളുടെ ജീവിത രീതി. ഗോത്രജീവിതം പൊതുസമൂഹത്തിന് ഒരു തരത്തിലും ഒരു ദോഷവും ഇതുവരെ ചെയ്തിട്ടില്ലെന്നും CK ജാനു പറഞ്ഞു. വിയോജിപ്പുകൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ പക്ഷേ NDAയിൽ തുടരാനാണ് തീരുമാനമെന്നും ജാനു വ്യക്തമാക്കി. ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലുള്ള ഇത്തരം ഇന്ത്യയിലുള്ള ഇത്തരം സംവിധാനത്തിന് പുറത്താണ് ശരിക്കും ആദിവാസികളുടെ ഒരു ജീവിത ക്രമപ്പെടുത്തൽ, ജീവിത രീതി ഒക്കെ അതിന് പുറത്താണ് ശരിക്കും ഉള്ളത്. മനുഷ്യന്റെ ഐഡന്റിറ്റി അസ്തിത്വത്തെയും തകർക്കരുത്, അത് നിലനിർത്തണം. അത് നിലനിർത്തിക്കൊണ്ട് വരുന്ന വികസനവും സംവിധാനവും മതി. ഇത് ലോകത്തിൽ ആർക്കും ഒരു ദോഷമൊന്നും ചെയ്യുന്നില്ല ഒരു സംവിധാനത്തിനും. പിന്നെ എന്തിനാണ് ഇത് തകർക്കേണ്ട ആവശ്യം? ഇപ്പൊ ആർക്കെങ്കിലും എവിടെയെങ്കിലും പ്രകൃതിക്കോ മണ്ണിനോ മനുഷ്യനോ ജീവജാലങ്ങൾക്കോ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിലല്ലേ അത് ഈ ഒരു നിലപാടെടുക്കുന്നതിലൂടെ ഇത്തരം ദോഷങ്ങൾ ഉണ്ടാവും. അത് മനുഷ്യനെ ഇങ്ങനെ പ്രതിപാലിക്കും. അതുകൊണ്ട് ഇത് മാറ്റേണ്ടതുണ്ട്. അങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇത് അങ്ങനെ മാറ്റേണ്ട ആവശ്യം?
പൊതു വ്യക്തി നിയമത്തെ അനുകൂലിക്കുന്നുവെന്ന് എം.എൻ. കാരശ്ശേരി. നെഹ്റുവും അംബേദ്കറും EMS-ഉം പൊതു വ്യക്തി നിയമത്തിന് അനുകൂലമായിരുന്നുവെന്നും കാരശ്ശേരി ന്യൂസ് 18 പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് വേണം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരാളുടെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്. വേറൊരാളുടെ പേര് ഡോക്ടർ B.R. അംബേദ്കർ എന്നാണ്. ഡോക്ടർ B.R. അംബേദ്കറോ ജവഹർലാൽ നെഹ്റുവും സംഘപരിവാർ അജണ്ടയുള്ള ആളുകളല്ലല്ലോ. പക്ഷേ ഇത് ഒരിക്കലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഗവൺമെന്റ് ഇപ്പം ചെയ്യേണ്ട കാര്യം ആദ്യം ഇതിനൊരു കരട് ബില്ല് അവതരിപ്പിക്കുക. എവിടെ? ലോക്സഭയിലും രാജ്യസഭയിലും വെക്കണം. അത് കഴിഞ്ഞ് സംസ്ഥാന നിയമസഭകൾക്ക് അയച്ചു കൊടുക്കണം. അവർ ചർച്ച ചെയ്യണം. ആ ചർച്ചയിലൂടെ എന്താണ് ഇതിലെ വകുപ്പുകൾ, എന്തൊക്കെയാണ് പുതുതായിട്ട് വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് നിഷേധിക്കപ്പെടുന്നത് തുടങ്ങിയ ജനങ്ങൾ അറിയണം. അപ്പോഴാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ലോ കമ്മീഷന് അഭിപ്രായം പറയാൻ പറഞ്ഞത്. എന്തിനെ പറ്റി അഭിപ്രായം പറയേണ്ടത്? മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള വഴിയായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ കാണുന്നത്. കാരണം ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി ഇവിടെ ഏറ്റവും അധികം വാദം വന്ന എപ്പോഴാണ്? 1985 ഏപ്രിൽ 25 ഷാബാനു കേസിൽ വിധി പറഞ്ഞു സുപ്രീം കോടതി. അന്നത്തെ ചീഫ് ജസ്റ്റിസ് YV ചന്ദ്രചൂഡ് അദ്ദേഹം പറഞ്ഞു, എന്തായിരുന്നു കേസ്? CRPC 125 അനുസരിച്ച് വിവാഹമുക്തയ്ക്ക് വിവാഹം വരെയോ പുനർവിവാഹം വരെയോ മരണം വരെയോ മുൻ ഭർത്താവ് ചെലവിന് കൊടുക്കണം എന്നുള്ള വിധിയിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് ഷാബാനു കേസിന്റെ വിധി പറഞ്ഞത്. അന്ന് ഇത്തരം അസമത്വങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഏകീകൃത സിവിൽ കോഡ് വേണം എന്നാര് പറഞ്ഞു? സുപ്രീം കോടതി പറഞ്ഞു. അതാ ഗവൺമെന്റ് ആലോചിക്കണം. അന്ന് EMS-ന്റെ നേതൃത്വത്തിൽ അതിനെ അനുകൂലിച്ച കൂട്ടരാണ് CPM. അന്ന് ശരീഅത്ത് വിരുദ്ധ സമരം നടത്തിയത് അത് തുടങ്ങിയ EMS ആണ്. ഞങ്ങളൊക്കെ അന്ന് EMS-ന്റെ പിന്നാലെ പോകുന്ന ആൾക്കാരാണ്. അപ്പം ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് CPM-ന് കിട്ടിയത്. കാരണം അവർ ന്യൂനപക്ഷ സംരക്ഷകരായിട്ട് രംഗത്ത് വരാം. മാത്രമല്ല ലീഗ് വളരെ വൈകാതെ ഈ പോക്ക് പോവുകയാണെങ്കിൽ UDF പക്ഷത്തുനിന്ന് LDF പക്ഷത്തെത്തുന്ന ഞാൻ വിചാരിക്കുന്നത്. അവരിപ്പോൾ ഒരു വലിയ തരികിട കാണിച്ചതെന്ന് വെച്ചാൽ അവർ നേരിട്ട് ലീഗിനെ ക്ഷണിക്കുന്നില്ല ഈ സമരത്തിന്. ആരെ ക്ഷണിക്കുന്നത്? EK സുന്നിയെ വിളിക്കും, AP സുന്നിയെ വിളിക്കും. മതി. EK സുന്നിയും AP സുന്നിയും കൂടെ ഒന്നിച്ചായി കിട്ടിയാൽ തന്നെ 27% മുസ്ലിങ്ങൾ, അതിൽ മഹാഭൂരിപക്ഷം സുന്നികളാണ്. മനസ്സിലായോ? അപ്പം ഇത് വളരെ കൃത്യമായ രാഷ്ട്രീയം കളിക്കുകയാണ് ഇടതുപക്ഷം. ഞാൻ BJPയെ വിശ്വസിക്കുന്നില്ല. ഞാൻ ആദ്യം പറയണം കേട്ടോ. കാരണം BJP ഇതിൽ കൊണ്ടുവരുന്ന വകുപ്പുകൾ മതേതരത്വത്തിന് ചേരുന്നതാവും എന്ന് എനിക്ക് ഉറപ്പില്ല. മുത്തലാഖ് നിരോധിച്ചു. എന്താ ചെയ്തത്? മുത്തലാഖിലൂടെ വിവാഹമോചനം നടത്തിയാൽ ആ വിവാഹമോചനം സാധുവല്ല, അത് വാലിഡ് അല്ല എന്നൊരു നിയമം കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ചെയ്തതെന്താ? അവരെ ക്രിമിനൽ കുറ്റത്തിൽ പ്രതിയാക്കി. അടിച്ചു. അതായത് ഇവിടുത്തെ ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ പാർസിയോ ജൈനനോ ബൗദ്ധനോ സിഖോ ആയ ഒരാൾ വിവാഹമോചനം നടത്തിയാൽ ക്രിമിനൽ കേസിൽ പ്രതിയാവില്ല. മുസ്ലിമായ ഒരാൾ മുത്തലാഖ് നടത്തിയാൽ ക്രിമിനൽ കേസിൽ പ്രതിയാവും. കണ്ടോ? അപ്പം ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. BJPയെ വിശ്വസിക്കാൻ കൊള്ളില്ല. അതിപ്പോൾ ഞാൻ മുൻവിധി പറയല്ല, അവരാ ഇത് കൊണ്ടുവരട്ടെ. ലൈഫ് മിഷൻ കോഴക്കേസിൽ ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ എതിർത്ത ED ജാമ്യം നൽകരുതെന്ന് ED കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ എന്തിന് ജാമ്യാപേക്ഷ എതിർക്കുന്നുവെന്നും ആരോഗ്യ പരിശോധനാ റിപ്പോർട്ടിനെ എങ്ങനെ അവിശ്വസിക്കുമെന്നും EDയോട് കോടതി ചോദിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, എന്താണ് കോടതിയിൽ ഉണ്ടായത്? കിരൺ, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ഇത് പരിഗണിച്ചപ്പോൾ തന്നെ ED ഈ ജാമ്യാപേക്ഷയെ എതിർക്കുകയായിരുന്നു. അപ്പോൾ എന്തിനാണ് ജാമ്യാപേക്ഷയെ എതിർക്കുന്നത് എന്നൊരു ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഈ ആരോഗ്യ പരിശോധനാ റിപ്പോർട്ട്, ശിവശങ്കറിന്റെ ആരോഗ്യ പരിശോധനാ റിപ്പോർട്ട് എങ്ങനെ കണക്കിലെടുക്കാതിരിക്കും എന്നൊരു ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. എന്നാൽ അതിനൊരു മറുപടി ED നൽകുന്നതിന് മുൻപ് തന്നെ ഈ ഹർജി ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചു. EDയുടെ അഭിഭാഷകരാണ് ഇത് ചൂണ്ടിക്കാണിച്ചത്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ബെഞ്ചാണ് ഇത് പരിഗണിക്കേണ്ടത്. ഇത് ക്രിമിനൽ പ്രൊസീഡിംഗ് ആയി പരിഗണിക്കേണ്ടതില്ല എന്നായിരുന്നു ഇവരുടെ വാദം. അതിനെ തുടർന്ന് ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് ഈ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് മാറിയിരിക്കുകയാണ്. ഏതായാലും നേരത്തെ സുപ്രീം കോടതിയിലാണ് ആദ്യം ശിവശങ്കർ ഹർജിയുമായി സമീപിച്ചത്. തനിക്ക് ആരോഗ്യ
ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ചികിത്സയ്ക്ക് വേണ്ടി 3 മാസത്തെ സമയം അനുവദിക്കണം എന്നായിരുന്നു സുപ്രീം കോടതിയിലെ എം ശിവശങ്കറിന്റെ വാദം. അത് വിചാരണ കോടതിയെ ഈ ആവശ്യത്തിനു വേണ്ടി വിചാരണ കോടതിയെ സമീപിക്കാം എന്നായിരുന്നു എം ശിവശങ്കറിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. അതിനെ തുടർന്ന് വിചാരണ കോടതിയായ കണ്ണൂരിലെ PMLA കോടതിയിൽ എം ശിവശങ്കർ ജാമ്യാപേക്ഷയുമായി വന്നു. അപ്പോഴും ED ഈ ജാമ്യാപേക്ഷയെ എതിർക്കുകയാണ് ഉണ്ടായത്. ചികിത്സ വേണമെങ്കിൽ അത് തങ്ങൾ നൽകിക്കൊള്ളാം എന്നൊരു വാദം വരെ ED മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് PMLA കോടതിയും എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളി. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ എം ശിവശങ്കരൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിൽ എം ശിവശങ്കറിന് അനുകൂലമായ തരത്തിലുള്ള ചില നിലപാടുകളാണ് ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ ചോദ്യങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് നമുക്ക് പറയാം. പക്ഷേ എങ്കിൽ കൂടിയും ആ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ഇപ്പോൾ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പിന്മാറിയിരിക്കുകയാണ്. മറ്റൊരു ദിവസം ഈ ഹർജി മറ്റൊരു ബെഞ്ച് പരിഗണിക്കുകയും ചെയ്യും. സ്വാഭാവികമായും അത് നീണ്ടുപോകാൻ സാധ്യതയുണ്ടോ, അതോ വളരെ വേഗത്തിൽ തന്നെ അടുത്ത ബെഞ്ചിലേക്ക് വരാനാണോ സാധ്യത? കിരൺ, ഇതിലെ സാങ്കേതികത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു തർക്കത്തിന്റെയും മറ്റും കാര്യമില്ല. സ്വാഭാവികമായും ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ബെഞ്ചിന് മുൻപാകെയാണ് ഇനി ഈ ഹർജി വരിക. ഉടൻ തന്നെ പരിഗണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇന്ന് പരിഗണിക്കാനിടയില്ല, വരും ദിവസങ്ങളിൽ ഉടൻ തന്നെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ED അവിടെയും എതിർപ്പറിയിക്കും. സ്വാഭാവികമായും ഹൈക്കോടതി ഈ ചോദ്യം ഉന്നയിക്കും. കാരണം ആരോഗ്യ പരിശോധനാ റിപ്പോർട്ടിനെ എങ്ങനെ കണക്കാക്കാതിരിക്കും എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഒപ്പം എന്തെല്ലാം കാരണങ്ങൾ നിരത്തിയാണ് ED ഈ ജാമ്യാപേക്ഷയെ എതിർക്കുന്നത് എന്ന കാര്യം കൂടെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കേണ്ടി വരും. സ്വാഭാവികമായും ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് എം ശിവശങ്കരൻ നടത്തിയ ഇടപാടുകളും മറ്റു കാര്യങ്ങളും ED ഹൈക്കോടതിയെ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മറ്റൊരു ബെഞ്ച് ഈ ഹർജി വീണ്ടും പരിഗണിക്കും. കിരൺ, ശരി. സുവി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കാട്ടാക്കട പന്നിയോട് നവവധു ആത്മഹത്യ ചെയ്ത നിലയിൽ. തണ്ണിച്ചാങ്കുഴി സോന ഭവനിൽ പ്രഭാകരൻ ശൈലജ ദമ്പതികളുടെ മകൾ സോനയാണ് മരിച്ചത്. 14 ദിവസം മുമ്പായിരുന്നു പന്നിയോട് സ്വദേശി ബിബിനുമായുള്ള സോനയുടെ വിവാഹം. കൂടുതൽ വിവരങ്ങളുമായി അരുൺ മോഹനാണ് ചേരുന്നത്. അരുൺ, മരണകാരണം സംബന്ധിച്ചോ അങ്ങനെ മറ്റെന്തെങ്കിലും വ്യക്തത, എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? കിരൺ ഈ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 14-ാം തീയതിയായിരുന്നു ഈ വിപിനും സോനയും തമ്മിലുള്ള വിവാഹം നടന്നത്. ഇരുവരും 2 സമുദായത്തിലുള്ളവരായിരുന്നു. എന്നാൽ കുടുംബങ്ങൾ ഇടപെട്ടായിരുന്നു ഇവരുടെ ആർഭാടപൂർവമായുള്ള ഒരു കല്യാണം നടത്തിയത്. എന്നാൽ അതിനുശേഷം ചില സുരക്ഷകൾ ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ സോനയുടെ ബന്ധുക്കൾ സൂചിപ്പിക്കുന്നു. ഇന്നലെ രാത്രിയായിരുന്നു കിടപ്പുമുറിയിൽ സോനയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയെന്ന് വിപിൻ പറയുകയും തുടർന്ന് വിപിനും സഹോദരനും ചേർന്ന് കാട്ടാക്കടയുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് മരണം സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് സോനയുടെ ബന്ധുക്കൾ ഇപ്പോൾ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് അവരുടെ വാദം. എന്തായാലും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. കാട്ടാക്കട DSP ഷിബു ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. RDയുടെ സാന്നിധ്യത്തിൽ മൃതദേഹ പരിശോധന നടത്തിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതേസമയം വിപിൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരുന്നുണ്ടെന്നും അതിന് വ്യക്തമായ ഒരു വ്യക്തത വന്നതിന് ശേഷമേ ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കിരൺ, ശരി. അരുൺ മോഹനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. തൃശൂർ ആമ്പല്ലൂരിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് ജീവനൊടുക്കി. കല്ലൂർ പാടംവഴി സ്വദേശി കുന്തിലി ബാബുവിനെയാണ് വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബ വഴക്കാണ് ആക്രമണത്തിന് കാരണമെന്നാണ് നിഗമനം. ഇന്ന് പുലർച്ചെ 2:30-യോടെയാണ് സംഭവം. ബാബുവിന്റെ ആക്രമണത്തിൽ ഭാര്യ ഗ്രേസിക്ക് ഗുരുതര പരിക്കേറ്റു. കഴുത്തിനും കൈക്കും ഉൾപ്പെടെ ഗുരുതര മുറിവുകളേറ്റ ഗ്രേസിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബവഴക്കാണ് അക്രമത്തിന് കാരണമെന്നാണ് വിവരം. വെട്ടേറ്റ ഗ്രേസി സമീപത്തെ വീട്ടിലേക്ക് ഓടിയെത്തിയപ്പോഴാണ് സംഭവം അയൽവാസികൾ പോലും അറിയുന്നത്. 2 ദിവസം മുൻപും സമാന രീതിയിൽ ആക്രമിക്കാൻ ബാബു ശ്രമിച്ചതായി ഗ്രേസി അയൽവാസികളോട് പറഞ്ഞു. 2 ദിവസം മുന്നും ആ ചേച്ചിനെ വെട്ടാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിനെ സംശയരോഗം എന്നാണ് ആ ചേച്ചി എന്നോട് പറഞ്ഞത്. പിന്നെ ആ ചേട്ടൻ തൂങ്ങി മരിച്ചിട്ടുണ്ട് എന്നും ആ ചേച്ചി നമ്മളോട് പറഞ്ഞിട്ടാണ് ആംബുലൻസിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് 18 തൃശൂർ. കണ്ണൂരിൽ 6 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേരെ തീവച്ച് യുവാവ് ആത്മഹത്യ ചെയ്തു. കണ്ണൂർ പാട്യം പത്തായക്കുന്നിലാണ് സംഭവമുണ്ടായത്. തയ്യിൽ സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. അനുജൻ രജീഷ്, ഭാര്യ സുബീന, മകൻ 6 വയസ്സുകാരൻ
ദക്ഷൻ തേജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കുടുംബകലഹമാണ് ക്രൂരതയ്ക്ക് കാരണമെന്ന് വിലയിരുത്തുന്നു. കൊച്ചിയിൽ കുടുംബശ്രീയുടെ വ്യാജ യൂണിറ്റുകൾ ഉണ്ടാക്കി ബാങ്കിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 2 പേർ കസ്റ്റഡിയിലായി. മട്ടാഞ്ചേരി സ്വദേശികളായ ദീപ, നിഷ എന്നിവരാണ് പള്ളുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി ഡാനി ഇപ്പോഴാണ് ചേരുന്നത്. ഡാനി, എങ്ങനെയായിരുന്നു ഇവരുടെ ഈ തട്ടിപ്പ്? കിരൺ, കുടുംബശ്രീയുടെ അതായത് വ്യാജമായിട്ട് കുടുംബശ്രീയുടെ യൂണിറ്റുകൾ ഉണ്ടാക്കുക, അതിലെ ഗുണഭോക്താക്കളെ ചേർക്കുക, ഇവർക്ക് വായ്പ നൽകുക. വായ്പ നൽകാൻ എന്ന പേരിൽ ഇവരെ ബാങ്കുകളെ അപേക്ഷകൾ നൽകുമ്പോൾ അവർ ആവശ്യപ്പെട്ടതിൽ ഇപ്പോൾ 15,000 രൂപ വരെ ഇവർക്ക് നൽകാനെന്ന പേരിൽ അവർക്ക് വായ്പ നൽകുമ്പോൾ അതിൽ കൂടുതൽ തുക അതിൽ വായ്പാ തുക ഇവർ എഴുതുക, തുടർന്ന് ബാങ്കിൽ നിന്ന് അത് അനുവദിപ്പിക്കുക. ഇവർക്ക് സാധാരണഗതിയിൽ കുടുംബശ്രീ അക്കൗണ്ടിലേക്ക് നൽകുമ്പോൾ ഇവർ ആ തുക നേരിട്ട് കൈപ്പറ്റുകയും ഇവർ ആവശ്യപ്പെട്ട തുക മാത്രം നൽകുകയും ചെയ്യുന്നു. പലർക്കും പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് തങ്ങളുടെ പേരിൽ കൂടുതൽ തുക ഇവർ ഈടാക്കിയിട്ടുണ്ട് എന്നതറിയുക. ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആ തുക തങ്ങൾ തന്നെ തിരിച്ചടച്ചുകൊള്ളാമെന്ന രീതിയിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ തട്ടിപ്പ് കുറേ നാളുകളായി തുടരുന്നു. ഇതിൽ സംശയം തോന്നിയാണ് പിന്നീട് കൗൺസിലർമാരടക്കം ഇതിൽ ഇടപെടുന്നത്. ഇതിൽ കൗൺസിലർമാരുടെ ഒപ്പും അതോടൊപ്പം തന്നെ അവരുടെ സീലുമെല്ലാം ഇവർ തന്നെ വ്യാജമായി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ബാങ്കിലെ ചിലർക്ക് കൂടി ഇത്തരം ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. ഈ കൗൺസിലർമാരുടെ പരാതിയിൽ 13-20 വാർഡുകളിലെ കൗൺസിലർമാരാണ് പരാതി നൽകിയത്. ഇവരുടെ പരാതിയിൽ ഇപ്പോൾ ദീപ, നിഷ എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കൂടുതൽ പേർ ഈ തട്ടിപ്പിനെ ഒരു ചെറിയ സംശയം അതിൽ, ഈ കുടുംബശ്രീയുടെ ഒരു വ്യാജ യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ലഭിക്കേണ്ട തരത്തിലുള്ള ധനസഹായം അല്ലെങ്കിൽ വായ്പ സംവിധാനത്തിലേക്ക് എങ്ങനെയാണ് ഈ വ്യാജ യൂണിറ്റുകൾക്ക് കടക്കാൻ കഴിയുന്നത്? ഈ വായ്പ നൽകുന്ന ബാങ്കുകൾ സ്വാഭാവികമായും അത്തരം പരിശോധനകളൊക്കെ നടത്തുകയും അതിന് ഒരു സംവിധാനമൊക്കെ ഇല്ലേ? ആ സംവിധാനത്തിന് പുറത്തുനിന്ന് ആളുകൾക്ക് അങ്ങനെ ബാങ്കിൽ നിന്ന് വായ്പ കിട്ടണമെങ്കിൽ നേരത്തെ ഡാനി തന്നെ സൂചിപ്പിച്ചതുപോലെ ബാങ്കിന്റെ ഭാഗത്തു നിന്നും അതിശക്തമായ ഒരു ക്രമക്കേട് അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളൊക്കെ ആയി കാണില്ലേ? തീർച്ചയായും കിരൺ, അത്തരമൊരു സംശയത്തിലേക്കാണ് ചെല്ലുന്നത്. കാരണം ഈ 13-ാം വാർഡിലേക്ക് തന്നെ പറയുമ്പോൾ ഈ 13-ാം വാർഡിൽ സാധാരണയായിട്ട് അത്തരം വായ്പകൾ കാര്യങ്ങളുമെല്ലാം ചെയ്യുന്നത് അവിടെ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നാണ്. ഇതാണ് ഇവർ മറ്റൊരു ബാങ്കിലേക്ക് ചെല്ലുന്നു. ഇതിൽ കുടുംബശ്രീയുടെ പേരിൽ വേണ്ട മറ്റ് ഒപ്പുകളും അതോടൊപ്പം തന്നെ അവരുടെ മിനിറ്റ്സ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഇതെല്ലാം തന്നെയും ഇവർ വ്യാജമായിട്ടുണ്ടാക്കുന്നു. അതായത് കുടുംബശ്രീയുടെ നടത്തിപ്പ് സംബന്ധിച്ച് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ അറിയാവുന്നവർ. പോലീസ് ഇവർ മുൻ കുടുംബശ്രീ പ്രവർത്തകരാണ് എന്ന രീതിയിലുള്ള ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. പക്ഷേ പോലീസ് അത് സ്ഥിരീകരിച്ചത് ഇത് സംബന്ധിച്ചും അന്വേഷണം തുടരുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യത്തിലേക്ക് വന്നിരിക്കുന്നു. ബാങ്കുകൾക്കെതിരെയും ഈ കാര്യത്തിൽ അന്വേഷിച്ച നടപടി ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭ്യമാവുന്ന സൂചനകൾ. ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗതാഗത വകുപ്പും അതോടൊപ്പം തന്നെ KSEBയും തമ്മിൽ ചില പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തൽ KSEBയുടെ വാഹനങ്ങൾക്ക് പിഴയിടുമ്പോൾ മറുഭാഗത്ത് ഫീസ് അടയ്ക്കാത്ത, കറണ്ട് ചാർജ് അടയ്ക്കാത്ത ഗതാഗത വകുപ്പിൻ്റെ ഓഫീസുകളുടെ ഫീസ് ഊരിക്കൊണ്ടാണ് ഇവർ തിരിച്ച് പ്രതികരിക്കുന്നത്. എന്തായാലും ആ പോര് 2 വകുപ്പുകളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. MVD ഓഫീസിൻ്റെ ഫീസ് ഊരിയതിന് പിന്നാലെ KSEB വാഹനത്തിന് വീണ്ടും പിഴയിട്ടിരിക്കുകയാണ് ഗതാഗത വകുപ്പ്. കാസർഗോഡ് KSEBയ്ക്ക് വേണ്ടി കരാർ അടിസ്ഥാനത്തിലോടുന്ന വാഹനത്തിനാണ് MVD പിഴയിട്ടത്. RTOയുടെ അനുമതിയില്ലാതെ KSEB എന്ന ബോർഡ് വെച്ചതിന് 3250 രൂപയാണ് പിഴയിട്ടിരിക്കുന്നത്. മറ്റു വാർത്തയിലേക്ക്, മോട്ടോർ വാഹന വകുപ്പിന്റെ കുടിശ്ശികയുള്ള ഓഫീസുകളിൽ വൈദ്യുതി വിച്ഛേദിക്കുന്നത് വൈരാഗ്യം തീർക്കലല്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മോട്ടോർ വാഹന വകുപ്പുമായി യാതൊരു ഭിന്നതയുമില്ല. വിവിധ ജില്ലകളിലെ നടപടി ബോധപൂർവമാണെന്ന ആക്ഷേപം പ്രത്യേകം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇല്ല, എന്താ നിങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങൾ അങ്ങനെ ഒരു ചെയ്യാൻ സാധ്യതയില്ല. എന്തെങ്കിലും തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും. എന്താ അറിയാം, അന്വേഷിക്കാം. ബോർഡല്ലേ ചെയ്യണത്, നിത്യ പരിപാടിയൊക്കെ ബോർഡിൻ്റെ ചെയർമാനൊക്കെ അല്ലേ നോക്കേണ്ടത്. 4000 കോടി ഉറുപ്പ്യ ബാക്കിയുണ്ട്, ഹരീഷ് തരാനുണ്ട്. ഇതെങ്ങനെ കൊണ്ടുപോകും? ഇവർക്ക് ശമ്പളം കൊടുക്കണ്ടേ? അപ്പോൾ ഇത് എല്ലാവരും ബാക്കി വെച്ചാൽ എന്ത് ചെയ്യും? ഒരു പിടിച്ചു നിൽക്കാൻ വഴിയില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എന്തായാലും ഇങ്ങനെ അവർക്കൊരു മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള അഭിപ്രായക്കാരാണ്. അങ്ങനെ ചെയ്യില്ല. അങ്ങനെയൊന്നും ആരുടെയെങ്കിലും സ്വകാര്യ സ്വത്തല്ലല്ലോ, പൊതു മുതലല്ലേ. അങ്ങനെ വൈരാഗ്യം തീർക്കാൻ നിശ്ചയില്ല. ഉറപ്പായിട്ടും പരിശോധിക്കും. മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കും മുമ്പ്, മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നാടകത്തിന്റെ തുടർചലനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. NCPയുടെ വിമത നീക്കത്തിന് പിന്നാലെ ശക്തി പ്രകടനവുമായി ശരത് പവാർ വിഭാഗം രംഗത്ത് വരികയാണ്.
വൈബി ചബാൻ സമാധിയിൽ പൊതുസമ്മേളനം തുടരുകയാണ്. കോൺഗ്രസ് നേതാക്കൾ അതോടൊപ്പം തന്നെ ഉദവ് വിഭാഗം നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. शक्तीच्या माध्यमातून महाराष्ट्र प्रगतीचे रस्ते कसं नेता येईल याची अखंड काळजी घेते. आज त्याला सुरक्षित संबंध आपल्यामध्ये नाही आहे. അജിത് പവാർ ഉൾപ്പെടെയുള്ള 9 നേതാക്കൾക്കെതിരെ പാർട്ടി അയോഗ്യതാ നോട്ടീസ് നൽകി. നിയമസഭാ സ്പീക്കർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി. അതേസമയം അജിത് പവാർ ഇന്ന് ഉപമുഖ്യമന്ത്രിയായി ചുമതലയേൽക്കും. പേരിനും ചിഹ്നത്തിനുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും അജിത് പവാർ വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. അജിത് പവാറിന്റെ വസതിയിൽ MLA-മാരുടെ യോഗം ചേരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുനാണ് ചേരുന്നത്. മിഥുനി, അവിടെ കല്യാണം, ഇവിടെ പാലുകാച്ചൽ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സ്ഥലത്ത് ശക്തിപ്രകടനം നടക്കുന്നു, മറുഭാഗത്ത് MLA-മാരുടെ യോഗം നടക്കുന്നു. എന്താണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കിരൺ, നേരത്തെ ശരത് പവാർ വിഭാഗം വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, അതായത് നിർണായക യോഗങ്ങൾ, അതായത് പാർട്ടി നേതാക്കളുടെ യോഗം ചേരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ആ തീരുമാനം മാറ്റിയതിനു ശേഷം വൈബി ചവാൻ സമാധിയിൽ വലിയ പൊതുസമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹം കടന്നു വരുന്ന വേളയിൽ വലിയ ജനാവലി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രവർത്തകർ അദ്ദേഹത്തെ അനയിച്ചു കൊണ്ടുവരികയും ഒപ്പം തന്നെ മഹാവികാസ് അഘാടി സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു 2 ദിവസത്തിനകം താൻ ഈ നിലപാട് അറിയിക്കും. ഒപ്പം തന്നെ ജനങ്ങളിലാണ് തനിക്ക് വിശ്വാസമുള്ളത്. ഏത് MLA പോയാലും തനിക്ക് പ്രശ്നമില്ല. ഒപ്പം തന്നെ മുൻകാലങ്ങളിലും ഇത്രയും സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധികളൊക്കെ മറികടക്കാൻ അന്ന് സാധിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ ഈ പ്രശ്നത്തെ പരിഹരിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ശരത് പവാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതേസമയം അജിത് പവാറിൻ്റെ വസതിയിൽ ഇപ്പോൾ യോഗം ചേരുകയാണ്. MLA-മാരുടെ യോഗം ചേരുന്നു. ഒപ്പം തന്നെ ഈ പാർട്ടിയുടെ പേരും ചിഹ്നത്തിനുമായി അവകാശവാദം ഉന്നയിക്കാനാണ് നീക്കം നടത്തുന്നത്. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനുള്ള ഒരു നീക്കമാണ് അജിത് പവാറിന്റെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ 30ഓളം MLA-മാരായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത്. കൂടുതൽ MLA-മാർ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അയോഗ്യതാ ഭീഷണി ഒഴിവാക്കാൻ 36 പേരുടെ പിന്തുണയാണ് വേണ്ടത്. അതിനു മുകളിൽ MLA-മാരുടെ പിന്തുണ അജിത് പവാറിനുണ്ട് എന്നാണ് BJP-യും അജിത് പവാറും അവകാശപ്പെടുന്നത്. അത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത ഇന്ന് ഉണ്ടാവുകയും ചെയ്യും. അതേസമയം ഇതിനെതിരെ, ഈ ഒരു കൂറുമാറ്റത്തിനെതിരെ അജിത് പവാറിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട സ്പീക്കർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി NCP നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇന്നലെ 30 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് 10 പേർ കൂടി വരും, ആകെ 40 പേരാണ് വരുന്നതെന്ന് പറയുന്നു. പക്ഷേ പവാർ വീണ്ടും കളത്തിലിറങ്ങിക്കഴിഞ്ഞു. പവാർ ഈ പോയ 30-ൽ നിന്ന് ആളുകളെ തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ടോ, അതോ ഇനിയും വരാനിരിക്കുമെന്ന് പറയപ്പെടുന്ന 10 പേരിൽ നിന്ന് ആ 10 പേരെ പൂർണ്ണമായും കൊണ്ടുപോകാനാണ്, അജിത് പവാർ കൊണ്ടുപോകാനാണ്? ഏത് പക്ഷത്തേക്ക് കൂടുതൽ ആളുകൾ മാറാനാണ് സാധ്യത ഇപ്പോൾ കാണുന്നത്? കിരൺ, നമുക്കറിയാം മുൻകാലങ്ങളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ പല നിർണായക ഘട്ടത്തിലും ഒരു കിങ് മേക്കറുടെ റോള് അലങ്കരിച്ചിരുന്ന വ്യക്തി കൂടിയാണ് ശരത് പവാർ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ ഏത് തരത്തിലും മറികടക്കാൻ അദ്ദേഹം രംഗത്തിറങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ MLA-മാരെല്ലാം തന്നെ അടിയുറച്ച അജിത് പവാറിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏകദേശം 40ഓളം പേരുടെ പിന്തുണ അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്യുന്നു. ഇന്നത്തെ യോഗത്തിൽ ഈ 40ഓളം പേര് പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ MLA-മാരെ തിരികെ കൊണ്ടുവരിക എന്നുള്ളത് വലിയ ഒരു കടമ്പ തന്നെയായിരിക്കും ഈ ശരത് പവാറിനെ സംബന്ധിച്ച്. ഒപ്പം തന്നെ ഈ ഒരു ജനങ്ങളെ കൂടി നിർത്തുക, സ്വാഭാവികമായും നമുക്കറിയാം 8 മാസത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരാൻ പോകുന്നു. അതിനെയൊക്കെ പ്രതിപക്ഷ വിശാല സഖ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് താനാണ് എന്ന അവകാശം ഉന്നയിക്കുന്ന ശരത് പവാറിന് തന്നെ ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തിരിച്ചടി വലിയ ഒരു കനത്ത പ്രഹരം തന്നെയാണ് BJP സംബന്ധിച്ച് ശരത് പവാറിനെ ഏൽക്കുകയും ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ ഏത് ഘട്ടത്തിൽ മറികടക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഫോർമുല മുന്നോട്ട് വെച്ചുകൊണ്ട് മറികടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യോഗം മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഒരു വലിയ ശക്തി പ്രകടനമായി അദ്ദേഹം രംഗത്ത് വരുന്നത്.
ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ തനിക്കൊപ്പമാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ വൈബി ചവാൻ സമാധിയിൽ വലിയ രീതിയിലുള്ള ശക്തിപ്രകടനം തുടരുന്നു. അവിടെ യോഗം പുരോഗമിക്കുകയും ചെയ്യുന്നു. അതിനിടെ നേരത്തെ കിരൺ സൂചിപ്പിച്ച പോലെ തന്നെ അജിത് പവാറിന്റെ വസതിയിലും യോഗം ചേരുന്നുണ്ട്. ശരി, ഇതിനാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാഷ്ട്രീയ നാടകത്തിന്റെ അറകൾ പറഞ്ഞു തന്നത്. മറ്റു വാർത്തയിലേക്ക്, മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള കൂടി. എന്തായാലും മൺസൂൺ വന്നെങ്കിലും ഇതുവരെയും സംസ്ഥാനത്ത് മഴ ശക്തമായിരുന്നില്ല. പക്ഷേ ഇന്നു മുതൽ മഴ ശക്തമായിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മഴ പെയ്യുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. വരും മണിക്കൂറുകളിലും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, വയനാട് ഒഴികെയുള്ള മറ്റ് ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ 2 ജില്ലകൾ ഒഴികെ ബാക്കി ജില്ലകളിൽ നിന്നെല്ലാം തന്നെ മഴയുണ്ട്. ഇവിടെ തിരുവനന്തപുരത്തും എന്തായാലും ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഐശ്വര്യ അനിലാണ് ചേരുന്നത്. ഐശ്വര്യ, കേരളത്തിൽ മൺസൂൺ വന്നെങ്കിലും ഇപ്പോഴാണ് മൺസൂൺ ഒരു ശക്തി പ്രാപിക്കുന്നത് അല്ലേ? ഇനി വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് തന്നെയാണോ സാധ്യതയുള്ളത്? കിരൺ, വരുന്ന 5 ദിവസവും സംസ്ഥാനത്ത് വ്യാപക മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിലും വ്യാപക മഴയുണ്ടാകും. മൺസൂൺ പാത്തി നിലവിൽ അതിന്റെ സാധാരണ സ്ഥാനത്ത് നിന്ന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. തെക്കൻ മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുമുണ്ട്. പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്തായി ഒരു ചക്രവാത ചുഴിയും മറ്റൊരു ചക്രവാത ചുഴി ആൻഡമാൻ കടലിന് മുകളിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് കാലവർഷം കനക്കുകയാണ്. 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ തിരുവനന്തപുരം, വയനാട് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. തിരുവനന്തപുരത്തും വ്യാപകമായ മഴയാണ് രാവിലെ മുതൽ ലഭിക്കുന്നത്. മലയോര മേഖലയിലും നഗരപ്രദേശങ്ങളിലും ഒരുപോലെ മഴ ലഭിക്കുന്നുമുണ്ട്. എന്തായാലും നാളെയും 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലും ഒപ്പം തീരദേശ മേഖലയിലും ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കിരൺ, ശരി, ഐശ്വര്യ അനിലാണ് തിരുവനന്തപുരത്ത് നിന്ന് മഴ റിപ്പോർട്ട് നൽകിയത്. ഇന്നു മുതൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. എന്നാൽ ഇതുവരെയുള്ള മൺസൂൺ ദുർബലമായിരുന്നു. സംസ്ഥാനത്ത് ലഭിക്കേണ്ട മൺസൂൺ മഴയുടെ അളവിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ജലസേചന വകുപ്പിന്റെയും വൈദ്യുതി വകുപ്പിന്റെയും കീഴിലുള്ള അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഇപ്പോഴും വലിയ തോതിൽ താഴ്ന്നു തന്നെ നിൽക്കുകയാണ്. ഇടുക്കി അണക്കെട്ടിൽ 14.29% മാത്രമാണ് കഴിഞ്ഞ ദിവസം വെള്ളത്തിന്റെ അളവ് രേഖപ്പെടുത്തിയത്. മൺസൂൺ വരുമെന്ന് കരുതി 1 മാസം പിന്നിട്ടിട്ടും മഴ ശക്തമാകാത്തത് വിവിധ മേഖലകളിൽ കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നു. ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ പ്രധാന ഡാമുകളിൽ സംഭരണശേഷിയിൽ വളരെ കുറവ് മഴയാണ് ലഭിച്ചത്. കുറ്റ്യാടി ഡാമിൽ ജലസംഭരണശേഷിയുടെ 60% മാത്രമാണ് വെള്ളമുള്ളത്. ഇടുക്കി മലങ്കര ഡാമിൽ സംഭരണശേഷിയുടെ 78% മാത്രമാണ് ഇപ്പോഴുള്ള ജലവിധാനം. വയനാട് കാരാപ്പുഴ ഡാമിൽ സംഭരണശേഷിയിൽ 45%, ഇടുക്കിയിലെ ഡാമിന്റെ സംഭരണശേഷിയുടെ 14.29%, ബാണാസുര സാഗറിൽ 8.45% വെള്ളമാണുള്ളത്. വയനാട്ടിലെ പ്രധാന അണക്കെട്ടുകളായ കാരാപ്പുഴ, ബാണാസുര ഡാമുകളിൽ ജലനിരപ്പ് വലിയ തോതിൽ കുറഞ്ഞു. റിസർവെയറുകളിൽ ജലനിരപ്പ് താഴ്ന്നതോടെ കാർഷിക മേഖലയ്ക്കൊപ്പം കുടിവെള്ള പദ്ധതികളെയും വെള്ളത്തിന്റെ കുറവ് ബാധിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. തരിയോട് പഞ്ചായത്ത് അടക്കമുള്ള ഏകദേശം 5ഓളം പഞ്ചായത്തുകളിലേക്കുള്ള ഒരു കുടിവെള്ള പദ്ധതിയുടെ എന്താ പറയുക, അതിൻ്റെ ഒരു പമ്പ് ഹൗസാണ് നമ്മൾ പുറകിൽ കാണുന്നത്. അപ്പോൾ ഈ പമ്പ് ഹൗസിൽ നിന്ന് വെള്ളം കമ്പനിക്കുന്ന് പറയുന്ന സ്ഥലത്തേക്ക് പമ്പ് ചെയ്ത് അവിടുന്ന് ഏകദേശം 5 പഞ്ചായത്തുകളിൽ വിതരണം നടത്തുന്നതാണ്. അപ്പോൾ അവിടേക്കുള്ള പമ്പ് ഹൗസിലേക്കുള്ള പമ്പിംഗ് ഒക്കെ ഇവിടെ നടക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ കുടിവെള്ള വിതരണത്തെ ബാധിക്കും, കാർഷിക മേഖലയെ ബാധിക്കും. കാര്യമായ വേനൽ മഴ ലഭിക്കാത്തതുമൂലം നെൽകൃഷി ഉൾപ്പെടെ താളം തെറ്റി. ഞാറു നടേണ്ട സമയമായിട്ടും മഴ ലഭിക്കാത്തതിൽ കർഷകർ ആശങ്കയിലാണ്. ഇപ്പോൾ ഒന്നാമത് ഈ സമയത്ത് ഇറക്കിയില്ലെങ്കിൽ ഇനി ഡിസംബർ മാസം ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ നെല്ല് കൊയ്യലൊക്കെ വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് വൈകും തോറും ഇതിന് കാലാവസ്ഥനെ ബാധിക്കും. അതുപോലെ തന്നെ കീടങ്ങൾ കൂടുതലായിട്ട് പെരുകും. അത് കൃഷിനെ നശിപ്പിച്ച് കളയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് പ്രശ്നങ്ങൾ. തിരിമറിയാതെ മഴ പെയ്യേണ്ട ഒരു വയനാടൻ കാലത്താണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. മഴയുടെ കുറവ് എത്രത്തോളം കൂടുതലാണെന്ന് ആഴത്തിൽ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണുള്ളത്. മിഥുനം അവസാനിക്കാറായിട്ടും മഴയുടെ കുറവ് വലിയ ആശങ്കയാണ് വയനാടൻ കർഷകർക്കും ഈ ജനങ്ങൾക്കും ഉണ്ടാക്കുന്നത്. വയനാട് ബാണാസുരയിൽ നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് 18.
വീണ്ടും വയനാട് നിന്നുള്ള വാർത്ത തന്നെയാണ്. മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വയനാട്ടിൽ ഡോക്ടർമാരുടെ അഭാവം പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. രോഗങ്ങളെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ ക്ലിനിക്കുകൾ സജീവമാക്കാൻ തീരുമാനിച്ചെങ്കിലും ഈ ക്ലിനിക്കുകൾക്ക് ആവശ്യമായ ഡോക്ടർമാരില്ലാത്തതാണ് വയനാട് ജില്ലയുടെ പ്രധാന പ്രശ്നം. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ കൂടുതൽ ഡോക്ടർമാരെ സജ്ജരാക്കാൻ ആരോഗ്യവകുപ്പ് ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഡോക്ടർമാരുടെ സ്ഥലമാറ്റവും പകരം ഡോക്ടർമാർ ചുമതലയെടുക്കാൻ വൈകുന്നതുമാണ് ഗ്രാമീണ മേഖലയിലെ രോഗികളെ വലയ്ക്കുന്നത്. ഞാൻ പനിയായിട്ട് വന്നത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ഡോക്ടറേ ഉള്ളൂ. അത് തന്നെ ഉച്ച കഴിഞ്ഞിട്ട് നിൽക്കണം. അയാൾ ഇങ്ങനെയുള്ള കുടുക്കിലുള്ള വീട്ടിലെല്ലാവർക്കും പനിയാണ്. ഡോക്ടർമാർ ഒരുപാട് പേരുണ്ട്. 1-2 ഡോക്ടർമാരോട് ഡ്യൂട്ടിയിലുണ്ടാകാറുള്ളൂ. പിന്നെ വന്ന ആളുകൾ വന്ന് മെനക്കെട്ട് ഇങ്ങനെ നിൽക്കാന്നല്ല ഒരുപാട് നേരം നിന്നാലും ഒന്ന് കാണിക്കാൻ പറ്റുള്ളൂ. ഡോക്ടർമാരാണ് നിലവിലുള്ളത്. 25 ഡോക്ടറിനോട് കൊടുത്തിട്ടുണ്ട്. പ്രത്യേക പനി ക്ലിനിക്കുകൾ ഉൾപ്പെടെ സജ്ജമാക്കി കഴിഞ്ഞെങ്കിലും PHSകളിലും CHSകളിലും നിലവിൽ ഈവനിംഗ് ഒപികൾ ഒഴിവാക്കിയാണ് ഡോക്ടർമാർ രോഗികളെ കാണുന്നത്. ഇതോടെ പരിശോധന ഉൾപ്പെടെ താളം തെറ്റുകയാണ്. നിലവിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം ഈ അസമയത്ത്, അതായത് ഏറ്റവും കൂടുതൽ പനിയുടെ ഒരു പീക്ക് ടൈമിലാണ് ഈ ഡോക്ടർമാരുടെ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഡോക്ടർമാരൊക്കെ റിലീവ് ചെയ്ത് പോവുകയും പുതിയ ഡോക്ടർമാർ ചാർജ് എടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ട്രാൻസ്ഫർ വന്നതാണ് ഇതിലെ സാങ്കേതികത്തിലെ ഏറ്റവും വലിയ വിഷയങ്ങൾ. ഇതൊക്കെ ഗ്രാമീണ മേഖലയാണ്. ഈ ഗ്രാമീണ മേഖലയിൽ ഏറ്റവും കൂടുതൽ പനി കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് സ്കൂൾ തുറന്ന സമയമാണ്, രോഗങ്ങൾ പടരുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർ വെച്ചതുകൊണ്ട് തന്നെ നിരവധി രോഗികളാണ് ഇതുകൊണ്ട് വലയുന്നത്. എന്നാൽ കോടതി നിർദ്ദേശമനുസരിച്ചാണ് സ്ഥലം മാറ്റമെന്നും കഴിയുന്നത്ര വേഗത്തിൽ ചാർജ് എടുക്കാൻ ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരം വെള്ളായണിയിൽ വാഹനത്തിനടിയിൽപ്പെട്ട ആളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. വെള്ളായണി മുകളൂർ മൂല സ്വദേശി സുജിയാണ് അപകടത്തിൽപ്പെട്ടത്. ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ ഇയാൾ കാറിനടിയിൽ പെട്ടുപോവുകയായിരുന്നു. അട്ടപ്പാടിയിൽ വീണ്ടും ഒറ്റയാൻ ഇറങ്ങി. അഗളി സാമ്പാർകോട് ഊരിൽ ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഒറ്റയാൻ വീടുകൾക്ക് സമീപം നിലയുറപ്പിച്ചത്. ഊരിലുള്ളവർ ബഹളം കൂട്ടിയതോടെയാണ് ആന സമീപത്തെ ശിരുവാണി പുഴയിലേക്ക് ഇറങ്ങിയത്. പുഴയിൽ ഏറെ നേരം നിലയുറപ്പിച്ച ആനയെ പിന്നീട് പടക്കം പൊട്ടിച്ചാണ് കാട് കയറ്റിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജീവനക്കാരുടെ പുനർവിന്യാസം വൈകുന്നു. റിപ്പോർട്ട് സമർപ്പിച്ച് 2 വർഷം പിന്നിട്ടിട്ടും അതിന്മേലുള്ള പഠനം പൂർത്തിയാകാതെ വന്നതോടെയാണ് പുനർവിന്യാസം വൈകുന്നത്. മതിയായ ജീവനക്കാരില്ലാത്തത് കാരണം പല ക്ഷേത്രങ്ങളിലും ദൈനംദിന കാര്യങ്ങൾ പോലും മുടങ്ങുകയാണ്. ക്ഷേത്ര ജീവനക്കാർ മുതൽ ഡെപ്യൂട്ടി കമ്മീഷണർ വരെയുള്ള തസ്തികകളിലെ പുനർവിന്യാസമാണ് 2 വർഷമായി നിലച്ചത്. ചില ക്ഷേത്രങ്ങളിൽ ആവശ്യത്തിലധികം ജീവനക്കാരുണ്ട്. എന്നാൽ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും മതിയായ ജീവനക്കാരില്ല. പുനർവിന്യാസം വൈകിയതോടെ പല ക്ഷേത്രങ്ങളിലും ദൈനംദിന കാര്യങ്ങൾ പോലും മുടങ്ങുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ബോർഡ് ചുമതലപ്പെടുത്തിയിരുന്ന സമിതി 2021 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇതിന്മേൽ സംഘടനാ നേതാക്കളുമായുള്ള ചർച്ചകളും പൂർത്തിയായി. പക്ഷേ റിപ്പോർട്ടിന്മേൽ എതിർപ്പ് വന്നതോടെ പഠനം ആരംഭിച്ചു. 2 വർഷം പിന്നിട്ടിട്ടും പഠനം പൂർത്തിയാകാതെ വന്നതോടെ പുതിയ നിയമനവും നിലച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്ഷേത്ര ജീവനക്കാരുടെ പുനർവിന്യാസം സംബന്ധിച്ച് ഒരു പഠന സമിതിയെ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. ആ പഠന സമിതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 1254 വരുന്ന ക്ഷേത്രങ്ങളിലെ ജീവനക്കാരുടെ പുനർവിന്യാസം സംബന്ധിച്ചിട്ടുള്ള പഠനം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഇടയ്ക്ക് ഒരു ഇടക്കാല പരിശോധന ദേവസ്വം ബോർഡ് നടത്തുകയുണ്ടായി. അപ്പൊ കുറെ കൂടി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുനർവിന്യാസ റിപ്പോർട്ട് അടിയന്തരമായി പൂർത്തീകരിക്കണം എന്ന് ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരുടെ പുനർവിന്യാസം പൂർത്തീകരിച്ചാൽ ഇപ്പോഴുള്ള പ്രതിസന്ധിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വിരാമമാകും എന്നുള്ള പ്രതീക്ഷയാണ് സംഘടനയ്ക്കുള്ളത്. 2019 ഹൈക്കോടതി വിധിയെ തുടർന്നാണ് പുനർവിന്യാസം നടത്താൻ തീരുമാനിച്ചത്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിലവിൽ വരുന്നതിന് മുമ്പ് ആവശ്യത്തിലധികം തസ്തികകൾ സൃഷ്ടിച്ചുവെന്ന പരാതിയിലായിരുന്നു കോടതി ഉത്തരവ്. 2006-2007 കാലത്തു മാത്രം 750-ലേറെ തസ്തികകൾ അധികമായി സൃഷ്ടിച്ചിരുന്നു. ഹൈക്കോടതി ഉത്തരവനുസരിച്ച് ക്ലർക്ക്, പിയൂൺ, ഗാർഡ് എന്നിവയുടെ പുനർവിന്യാസം പൂർത്തിയായപ്പോൾ തന്നെ 180 തസ്തികകൾ കുറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് സാമ്പത്തിക ലാഭം കൂടി മുന്നിൽ കണ്ടാണ് തസ്തികകൾ വെട്ടിക്കുറച്ച് ക്ഷേത്ര ജീവനക്കാരെ പുനർവിന്യസിക്കാൻ തീരുമാനിച്ചത്. HV നന്ദകുമാർ, ന്യൂസ് 18.
തിരുവനന്തപുരം. മലപ്പുറത്ത് മതസൗഹാർദ്ദ വേദിയായി സൗഹാർദ്ദ സംഗമം. മുതുവല്ലൂർ ദുർഗാദേവി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്ര കമ്മിറ്റി പരിപാടി സംഘടിപ്പിച്ചത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ സംഗമം ഉദ്ഘാടനം ചെയ്തത്. സൗഹാർദ്ദ സംഗമം ഉദ്ഘാടനം ചെയ്യണമെന്ന ക്ഷേത്ര കമ്മിറ്റിയുടെ ആഗ്രഹം പാണക്കാട് സാദിഖ് അലി തങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുന്നതായിരുന്നില്ല. ക്ഷണം ഇരുകൈയിൽ നീട്ടി സ്വീകരിച്ചു. ആരാധനാലയത്തിനകത്തെ സ്നേഹം പുറത്തുണ്ടാകുമ്പോഴാണ് ധന്യമാകുന്നത്. അകത്ത് ശാന്തരും പുറത്ത് അശാന്തരുമായാൽ ആരാധനയുടെ ഫലമില്ലാതാകുമെന്നും സാദിഖ് അലി തങ്ങൾ. ആരാധനാലയങ്ങൾക്കകത്ത് നമ്മളെല്ലാവരും വളരെ സൗഹാർദ്ദവും സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നവരാണ്. വിശ്വാസികൾ കൂടുതൽ സമയം ജീവിക്കുന്നത് ആരാധനാലയങ്ങൾക്ക് പുറത്താണ്. അപ്പോൾ ആരാധനാലയങ്ങൾക്ക് അകത്ത് നമ്മൾ കാണിക്കുന്ന സ്നേഹവും സൗഹാർദ്ദമൊക്കെ ആരാധനാലയങ്ങൾക്ക് പുറത്തും നമുക്ക് പരസ്പരം പങ്കുവെക്കുവാൻ സാധിക്കണം. അവിടെയാണ് സമാധാനവും ശാന്തിയും സൗഹാർദ്ദവും ഒക്കെ ഊട്ടിയുറപ്പിക്കുവാൻ നമുക്ക് സാധിക്കുക. നമ്മൾ എല്ലാവരും സഹകരിച്ച് ഇതിന് യോജിച്ച് ഈ ക്ഷേത്രത്തിലെ കലശ മുതലായ ആ 3 ദിവസം കൊണ്ട് നടത്തുന്ന ആ ഭംഗിയായ ചടങ്ങിന് എല്ലാവരുടെയും എല്ലാ വ്യക്തികളുടെയും സഹായ സഹകരണങ്ങൾ അത്യാവശ്യമാണ്. ക്ഷേത്ര ഭാരവാഹികൾക്കും പങ്കുവെക്കാൻ സന്തോഷമേറെ. പുനരുദ്ധാരണത്തിന് സംഭാവന കൂടി കൈമാറിയാണ് സാദിഖ് അലി തങ്ങൾ മടങ്ങിയത്. ന്യൂസ് 18 മലപ്പുറം. പോഷകസമൃദ്ധമായ ഡയറ്റിലൂടെ ക്യാൻസർ ബാധിതർക്ക് രോഗനിയന്ത്രണ സാധ്യതകൾ ചർച്ച ചെയ്യുന്ന ശില്പശാല കൊച്ചിയിൽ നടന്നു. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓങ്കോളജിയും ഡയറ്ററിയും ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ക്യാൻസർ ബാധിതർക്ക് രോഗം നിയന്ത്രണം വിധേയമാക്കാനും തുടർന്നുള്ള ജീവിതത്തിൽ പോഷകസമൃദ്ധമായ ഡയറ്റിലൂടെ നല്ല ജീവിതമെന്ന നിർദ്ദേശങ്ങളാണ് ശില്പശാല കൊണ്ട് ലക്ഷ്യമിട്ടത്. കൊച്ചി IMA ബ്ലഡ് ബാങ്ക് സെക്രട്ടറിയും ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജുനൈദ് റഹ്മാൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ PV ലൂയിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരുവനന്തപുരം RCCയിലെ സർജിക്കൽ ഓങ്കോളജി അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ചന്ദ്രമോഹൻ K, മുംബൈ ടാറ്റ മെമ്മോറിയൽ ആശുപത്രിയിലെ രജിസ്റ്റേർഡ് ഡയറ്റീഷ്യൻ ആൻഡ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ശിവശങ്കർ തിമ്മൻപാതി, മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ മെഡിക്കൽ ആൻഡ് കൊമേഴ്സ്യൽ ഡയറക്ടർ ഡോക്ടർ PV തോമസ്, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വരുൺ രാജൻ, സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ സൂരിജ് സാലി, ചീഫ് ഡയറ്റീഷ്യൻ നൈഡിൻ പൗളിൻ എന്നിവർ പങ്കെടുത്തു. എറണാകുളം ജില്ലയിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓൺകോളജിയും അതുപോലെ ഡയറ്ററ്റിക്സ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് സംയുക്തമായി നടത്തുന്ന ഓൺകോ ന്യൂട്രീഷൻ, അതായത് ക്യാൻസർ രോഗബാധിതർക്കായിട്ടുള്ള ഒരു പോഷകാഹാരത്തെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസും അതുവഴി അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ടും പോഷകാഹാര വിദഗ്ധരും അതുപോലെ തന്നെ സ്റ്റുഡൻസിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 200ഓളം പോഷകാഹാര വിദഗ്ധരും വിദ്യാർത്ഥികളും ശില്പശാലയിൽ പങ്കെടുത്തു. 12ഓളം പ്രബന്ധങ്ങൾ, പോസ്റ്റർ പ്രദർശനങ്ങളും ക്വിസ് മത്സരവും ശില്പശാലയുടെ ഭാഗമായി നടന്നു. ന്യൂസ് 18 കൊച്ചി. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5395 രൂപ, പവന് 43,160 രൂപ. വെള്ളി ഗ്രാമിന് 76 രൂപ, കിലോയ്ക്ക് 76,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,228 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.